ഗേസ് ഞാൻ പുട്ട്, കടലക്കറി, കട്ടൻ ചായ അതിൻ്റെ മുകളിൽ കടലക്കറിയും പുട്ടും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. കടലക്കറിയിൽ എല്ലാ മസാലയും ഇട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, മല്ലിപ്പൊടി, മഞ്ഞൾ, മുളക് പൊടി എല്ലാം ഇട്ട് നന്നായി റെഡിയാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഫാസ്റ്റ് ആൻഡ് ക്വിക്കിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോഴേക്കും ബാക്കി പണിയെല്ലാം ചെയ്യുമ്പോൾ അത് റെഡിയാവും. പുട്ടുണ്ടാക്കുന്ന പാനിയിൽ വെള്ളം തിളക്കുമ്പോഴേക്ക് ഞാൻ കുറ്റിയിൽ തേങ്ങ ഇതെല്ലാം നിറച്ച് പിന്നെ കടലക്കറി താളിച്ച് റെഡിയാക്കി വെച്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അതിന് ശേഷം കഴിച്ചു. പുട്ടും കടലക്കറിൻ്റെ കൂടെ കട്ടൻ ചായ, നല്ല ചൂടുള്ള കട്ടൻ ചായ നല്ല വൈവാണ്. പിന്നെ ഞാൻ കാണാൻ അലിയൻസാണ്, വേറൊന്നും കാണത്തില്ല. അപ്പോൾ ഗേസ് ഞാൻ പുട്ട്, കടലക്കറി, കട്ടൻ ചായ പിന്നെ 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 ഞാനെന്തായാലും കൊല്ലത്ത് മാമയുടെ വീട്ടിലങ്ങനെ മാറിയില്ല. 2 ദിവസം ഉറങ്ങാൻ പോയി നിൽക്കാം. തനിക്ക് താൻ തിരക്ക് തോന്നും. അതെല്ലാവരും ഓർത്തിരുന്നാൽ നല്ലതാണ്. എന്റെ തിരക്ക് തരേണ്ട കാര്യം എന്റെ പേരും എന്റെ അളിയാവുന്നു. ഫുള്ള് തിന്ന് കഴിഞ്ഞു. ഇപ്പൊ ബാക്കി നല്ല രസമുണ്ട്. അതായത് ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ആദ്യമെല്ലാം കുറേ മസാലപ്പൊടി ഇടും. അപ്പോൾ പക്ഷേ ടേസ്റ്റ് എനിക്ക് തന്നെ ഇഷ്ടാവില്ല, ഞാൻ തന്നെ കൂട്ടാറില്ല. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കുന്നേരം മസാലപ്പൊടി കുറച്ചിട്ടാണ്. ഉമ്മ പറഞ്ഞന്ന് എല്ലാ മസാലയും ഉള്ളി, പച്ചമുളക് നല്ലോണം കൈകൊണ്ട് ഞരടി ഇടാൻ, എന്നിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ. പിന്നെ എന്നിട്ട് കറിവേപ്പില, വെളുത്തുള്ളി, കായ്മുളകൊക്കെ താളിച്ച് കടുക് താളിച്ചിട്ട് വയ്ക്കും. അത്രയും ഉള്ളൂ. മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഇറച്ചി മസാല ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് അഫോർഡബിളാണ്.